ഞാൻ വന്നിരിക്കുന്നത്. ഒന്നുകിൽ ഇത് ഞാൻ ഒരു ഡെയിലി വ്ളോഗായിട്ട് ഇടും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു മീൻസ് എക്സാം പ്രിപ്പറേഷൻ ആണ് ഇതിൽ മെയിനായിട്ട് ഞാൻ അങ്ങനെ ഇടാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിളാണ്. അപ്പം ഞാൻ വിചാരിച്ചു എക്സാം പ്രിപ്പറേഷൻ. നമുക്ക് എക്സാം വരുന്നത് എപ്പോഴാണ്? ഈ മാസം 28-നാണ് എക്സാം വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു 2 ദിവസം നമുക്ക് സാറ്റർഡേ സൺഡേ ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് എന്താ എക്സാം ആയിട്ട് പഠിത്തം ആണ് മെയിൻ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഒരു ഡെയിലി വ്ളോഗായിട്ടിടും, പ്ലസ് ഒരു എക്സാം പ്രിപ്പറേഷൻ. 2 ദിവസം ഉള്ളത്, സാറ്റർഡേ സൺഡേ ഉള്ളത് വരെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് മെയിൻ. പിന്നെ നമ്മൾ എണീറ്റപ്പോൾ ലേറ്റായി. ഇപ്പം ഉറക്കമൊന്നും അത്ര പ്രോപ്പറായിട്ടൊന്നും അല്ല. നമ്മൾ രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്ത് രാവിലത്തെ ഫുഡ് 7:30 7:45 ആ ഒരു ടൈമിലാണ് നമ്മൾ കഴിക്കാൻ പോയില്ല. അത് സ്കിപ്പ് ചെയ്തിട്ട് ഉച്ചയ്ക്കുള്ള ലഞ്ചാണ് കഴിച്ചത്. അത് ഞാനിതിൽ ഇടും. പിന്നെ ബാക്കിയെല്ലാം തുടരെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഫുഡ് കഴിക്കാൻ ടൈമായി. ടൈം വന്നിട്ട് ഒരു 12 മണി കഴിഞ്ഞു. ഐ തിങ്ക് സോ 12 മണി കഴിഞ്ഞു. അപ്പം നമ്മൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ, ഉച്ചയ്ക്കുള്ള ഫുഡാണ് രാവിലെ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാതെ. ഇതാണ് ഗൈസ് നമ്മളെ മെസ്സ്. നമുക്ക് ആവണതേ ഉള്ളൂ. രാവിലെ ഒന്നും കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. ആദ്യത്തെ മുടിയോട് 111 കഴിക്കാൻ നിങ്ങൾ നോക്കല്ലേ. നിങ്ങളുടെ ക്ലാസ്സിലെ കൃഷ്ണ ഫുഡ് കൃഷ്ണ നിങ്ങൾക്ക് PDF ഉണ്ട്. അത് മാത്രമേ പഠിക്കണ്ടൂ എന്ന് പറഞ്ഞു. ഇപ്പൊ കൃഷ്ണ മെസ്സേജ് എക്കണോമിക്സിന്റെ ഊട്ടിയാ ഗ്രൂപ്പിൽ നോക്കിയ വന്നോണ്ടിരിക്കുവാണ്. നിന്നെ എടുക്കുന്നില്ല ഞാൻ പോ. ആന്റിമാർ കണ്ടോ ഗൈസ്, ഫുഡ് കൊണ്ടുവയ്ക്കുന്നു. കണ്ട ഫുഡ് തിരക്കായി. ഞാൻ പോട്ടെ. പോയാ മതി. ഇവര് പോവാണ്. എവിടെ പോണ എന്തിന് പുറത്തെന്തിന്? എവിടെ പോണ? തിയറി അല്ലേ പറഞ്ഞോളൂ. അതാണ് പറഞ്ഞ തിയറിയേ ഉണ്ടാവുള്ളൂ. നാടകം വരുമ്പോ ഓർക്കൊക്കെ ഉണ്ടാവും. ഫുഡ് കഴിച്ചു തിരിച്ച് റൂമിലോട്ട് പോകുന്നു. എടി നീ ഇല്ലടി, ഒന്ന് അടങ്ങടി. നീ പേടിയാണ് ഗൈസ് എല്ലാവർക്കും. പിന്നെ എന്റെ ക്യാമറ ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വന്നിട്ട് ഞാൻ എല്ലാ ശനിയും ഞായറും ഞാൻ ഇവിടെ വീട്ടിലാണ് പോകുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ഈ ആഴ്ച എക്സാം ആയതുകൊണ്ട് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ടൈം പോകും. അതുകൊണ്ട് വെച്ചു ഈ വീക്ക് നിന്നിട്ട് അടുത്ത നെക്സ്റ്റ് വീക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ നെക്സ്റ്റ് വീക്ക് സാറ്റർഡേ ക്ലാസ് ഉണ്ട്. ആകെ സൺഡേ മാത്രമേ കിട്ടുള്ളൂ. അപ്പം അന്നും പോകാൻ പറ്റില്ല. എനിക്ക് അമ്മയെ കാണാനൊക്കെ തോന്നണം. ഞാൻ അങ്ങനെ അമ്മയൊക്കെ കാണാൻ നിന്നിട്ടുണ്ട് ഞാൻ.
അപ്പം ഞാൻ വിചാരിച്ച് നിൽക്കാൻ പറ്റുമായിരിക്കും, മെയിനായിട്ട് എക്സാം ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എനിക്ക് ഇത്ര പ്രശ്നം വരില്ലായിരുന്നു. മീൻസ് ഞാൻ വീട്ടിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സാമിനൊക്കെ വന്നിട്ട് ഇവിടെ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ട്. വീട്ടിലാകുമ്പോൾ ഇങ്ങനെ എക്സാം ടൈമൊക്കെ ആകുമ്പം അമ്മ കൂടെ ഇരിക്കും രാത്രി പഠിക്കുമ്പം. അങ്ങനെ ഉണ്ട്. പിന്നെ അറിയാമല്ലോ, ഇരുന്ന് പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കൊണ്ടുതരും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ അത് ശീലിച്ച് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയോണ്ടായിരിക്കും. അപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ അടുത്ത ആഴ്ച പോവാം, എക്സാം കഴിഞ്ഞിട്ട് മൊത്തം റിലാക്സ് ആയിട്ട് പോവാം എന്ന മൈൻഡിലാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് അടുത്ത സാറ്റർഡേ ക്ലാസ് കൊണ്ട് വെച്ചിരിക്കുന്നത്. ആകെ സൺഡേ മാത്രമേ ലീവുള്ളൂ. ഒരു ദിവസം എൻ്റെ അപ്പം അങ്ങനെ പോയിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അതും കഴിഞ്ഞ് അതിൻ്റെ അടുത്ത വീക്കായിരിക്കും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ പറ്റുമെങ്കിൽ ഞാൻ പോകും. അപ്പം മെയിനായിട്ട് ഇനി ഞാൻ പോകുന്നത് വെച്ചാൽ പഠിക്കാൻ പോവാണ്. അപ്പം അത് ഞാൻ നിങ്ങളെ കാണിക്കും. അപ്പം നമുക്ക് പഠിക്കാം. ഓക്കെ. ഞാൻ ഇപ്പം സ്റ്റഡി റൂമിൽ നിന്നിട്ടാണ് ഇത്ര എടുത്തത്. നമ്മുടെ റൂമിൽ ഇരുന്നാണ് പഠിക്കുന്നത്. നമ്മളെ റൂം ഇത് ഇവിടെ ആയിട്ട് വരും. കാണിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ക്യാമറ ഭയങ്കര പേടിയാണ് ഗൈസ്. എന്താ പഠിക്കാനൊന്നും തോന്നണില്ല ഗൈസ്. ഇട്ടിട്ട് വിട്ടി പോകാൻ തോന്നും. എന്തൊക്കെയായിരിക്കും എല്ലാവർക്കും മനസ്സിലായി. നമ്മൾ കുപ്പി വെച്ചിട്ടാണ് ഫോൺ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് എന്ന്. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴേ ഇവിടെ നോക്കാം എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഇതിനെ ഇതോടെ ചേർത്ത് വെക്കാം. അതുപോലെ മറ്റാണ് കുറച്ച് സേഫ് ഉണ്ടോ? ഇതല്ലേ അങ്ങനെ വെക്കണം. എന്ത് പഠിച്ചു കയറുന്നത് നടക്കുന്നേ. ഞാൻ അങ്ങനെ കുറച്ചൊക്കെ വായിച്ച് അതിന് ശേഷം പിന്നെ വിശക്കാൻ തുടങ്ങി. വിശപ്പിൻ്റെ വിളി വന്നാൽ പിന്നെ നമുക്ക് എന്തൊക്കെ വായിച്ചാലും എനിക്ക് തലയിരിക്കില്ല. അങ്ങനെ ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാവ് പൊടിയാണ്. നിങ്ങൾക്ക് അറിയാമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ സംഭവമായിട്ട് അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. അങ്ങനെ ഇതും പഴവും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കഴിക്കണം. ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ ട്രൈ ചെയ്തു. പക്ഷേ ആൾക്കാർ കാണുമ്പോൾ കുറച്ച് വിയേർഡായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ എനിക്ക് വിയേർഡ് കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ അച്ചാർ കൂടെ വെച്ചാണ് ഇതിൻ്റെ കൂടെ കഴിച്ചത്. സത്യം പറയാലോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശന്നിരുന്നുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൊണ്ട് നല്ല രീതിക്കുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി ഇരുന്നു. നോട്ട് കുറച്ച് എഴുതാണ്ടായിരുന്നു. ഫുൾ നോട്ടൊന്നും കംപ്ലീറ്റ് അല്ലായിരുന്നു. ഈവനിങ് നമുക്കൊരു 3:30 തൊട്ട് ടീ ടൈമാണ്. 3:30 തൊട്ടൊരു 4:15, 4:30 വരെയൊക്കെ ടീ ടൈമാണ്. അങ്ങനെ നമ്മൾ കപ്പൊക്കെ എടുത്തിട്ട് ഇറങ്ങി. ഞാൻ ചായ കുടിക്കാറില്ല, ഞാൻ കട്ടനാണ് കുടിക്കുന്നത്. കട്ടനും ഇന്ന് നമുക്ക് വട ഉണ്ടായിരുന്നു. എന്നും എന്തെങ്കിലും കാണും. അത് വട, ഉഴുന്നുവട, പരിപ്പ് വട, പിന്നെ എന്താ പഴംപൊരി, പിന്നെ ബജി, എന്തെങ്കിലും എപ്പോഴും കാണും. എനിക്കാണെങ്കിൽ ഈ വടയുടെ പേരെപ്പോഴും തിരിഞ്ഞു പോകും. എനിക്കിപ്പം ചായ വേണ്ട, ചായയല്ല കട്ടൻ. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കുടിക്കും. വാങ്ങിച്ച് വെച്ചിരിക്കുന്നു. ഇപ്പം സുരമ്യ കഴിച്ചുകൊണ്ട് ഇരിക്കും. ചാടി ഉഴുന്നുവട ചാടി. എന്തിനാ നീ എന്നെ ഇടി അതിനകത്തായടി. ഇനി കുളിക്കണം, തുണി വാഷ് ചെയ്യണം.
കുറേ പരിപാടികൾ. നമുക്ക് നമുക്കാദ്യം ഓയിൽ ചെയ്യാം. അപ്പൊ ഗൈസ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് കുളിച്ചു. ഇനി ഫുഡിൻ്റെ ടൈം വന്നിട്ട് 7 മണിക്കാണ്. 7 മണിക്ക് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിക്കണം എന്നാണ് ആഗ്രഹം. എക്സാം വരുന്നത് ട്യൂസ്ഡേ ആണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ ഇന്ന് നൈറ്റ് വന്നിട്ട് നമുക്ക് റെഡ് റൈസ് ആയിരുന്നു. എന്നും ചില ദിവസങ്ങളിൽ ചപ്പാത്തി ആയിരിക്കും, ചില ദിവസങ്ങളിൽ നൂൽപുട്ടായിരിക്കും, അങ്ങനെയൊക്കെ. വേണ്ടേ ഇതുപോലെ കിട്ടിയാൽ മതി. അപ്പോൾ ഉറങ്ങാനുള്ള ടൈമായി. നമുക്ക് നാളെ കോളേജിൽ പോകണം. നാളെ മൺഡേ ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.